ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ അടുത്തൊരു മാർക്കറ്റിൽ പോവാണ്. ഓസ്ട്രേലിയയിൽ കുറേ മാർക്കറ്റ്സ് ഉണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മാർക്കറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ അടുത്ത് പ്രസ്റ്റൺ മാർക്കറ്റിലോട്ട് പോവാണ്. ഇന്ന് വെതർ നല്ല വെതറാണ്. കുറേ നാളായിട്ട് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഫുൾ തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ പതുക്കെ ഇപ്പോൾ സമ്മറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മെൽബൺ ആണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മാർക്കറ്റിൽ കാണാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെയിലൊക്കെ പോയി, മഴ ഇപ്പോൾ പെയ്യില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും സിറ്റിയിൽ പോകുന്നവരും അതേപോലെ തിരിച്ചു വരുന്നവരൊക്കെ ആയിട്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്ക് ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിലൊക്കെ ഇവരുടെ പഴയ വിക്ടോറിയൻ ബിൽഡിങ്സൊക്കെ ഇവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ആക്കുന്നതിന് പകരം ഇവർ ആ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ ശരിക്കും ഇവരെ അതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം പുതിയ രീതിയിലേക്ക് മാറ്റി കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആ ഒരു ഹെറിറ്റേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ ദൂരെയായിട്ട് കാണുന്നത് സിറ്റിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. സിറ്റിയിൽ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ വീക്കെൻഡ്സൊക്കെ എല്ലാവരും സിറ്റിയിലോട്ട് വരുന്ന ദിവസമാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ സിറ്റിയിൽ ഫുൾ ഓൺ ആയിരിക്കും വീക്കെൻഡ്സും ഫ്രൈഡേ നൈറ്റും ഒക്കെ. മെൽബണിൽ ഇഷ്ടം പോലെ ട്രാംസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പോയതാണ് ട്രാം. അപ്പോൾ ട്രാമിന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്രാം ലൈൻസ് നമ്മുടെ ഈ റോഡിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയായിരിക്കും ട്രാംസ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് ആണ് കേട്ടോ സീസൺ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും വൈറ്റ് കളറിലുള്ള പൂക്കളെ നമ്മൾ ചെറി ബ്ലോസം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ പിങ്ക് കളറിലുള്ളത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ റോഡൊക്കെ ക്ലീൻ ചെയ്യാനും ഈ പുല്ലൊക്കെ വെട്ടി ശരിയാക്കാനൊക്കെ ആയിട്ട് ഇവർ തന്നെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഇന്ന് മാർക്കറ്റിലോട്ട് വേറെ കുറച്ച് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരാം. വേറെ ആരുമല്ല, കിരൺ ഇവിടെ വന്ന സമയത്ത് കൂടെ താമസിച്ചുകൊണ്ടിരുന്ന റൂംമേറ്റ്സാണ്. അവരെല്ലാവരും ഒരേ യൂണിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂം മാറി വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്കും ഇവർ വേറെ സ്ഥലത്തോട്ട് താമസം മാറ്റി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണെന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവർ ഓൾറെഡി അവിടെ ഒരു കഫേയിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കഫേയാണ്, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു കഫേയാണ്. അപ്പം ഇവരുടെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു മാർക്കറ്റ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ വന്നു, ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഒരു ആൽമണ്ട് ലാറ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. ആൽമണ്ട് മിൽക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഫിയാണ് ആൽമണ്ട് ലാറ്റെ. നല്ലൊരു ടേസ്റ്റുള്ളൊരു കോഫിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, സംസാരിക്കുകയൊക്കെ ചെയ്ത് പതുക്കെയാണ് ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോയത്. ഇവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായ ഫ്രണ്ട്സ് ഇവരൊക്കെയായിരുന്നു. ഞങ്ങൾ മാർക്കറ്റിൽ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം വൈകുന്നേരമായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സമയം ആയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. ഞാനധികം നോക്കാനൊന്നും പോയില്ല, കാരണം ഇങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന അത്ര ചീപ്പായിട്ടൊന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സമ്മർ ആവാൻ പോകുന്നതുകൊണ്ട് ഇതേപോലുള്ള കുറേ ഗൗൺസും കേപ്പ് ഗൗൺസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബാംഗിൾസും കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദർശൻ അവിടെ ഏത് ഡെസേർട്ട് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റിലുണ്ടായിരുന്നു. Today's episode of this vlog, we are here to see how a local market is on a weekend. The music is fucking amazing. This is your host. Come walk with me today. ഞാൻ വ്ലോഗ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ദൃഷ്ടാന്ത്. ഇവിടെ നിങ്ങൾക്കിങ്ങനെ കുറേ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
ഞങ്ങളെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കടയൊക്കെ അടച്ച് വീട്ടിൽ പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവസാനമുള്ള കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഇവർ വില കുറച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവരിവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, എല്ലാം തീർന്നിരിക്കുകയാണ്. എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓസ്ട്രേലിയ അത്യാവശ്യം പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പട്ടിക്കുഞ്ഞുങ്ങളെ എല്ലായിടത്തും കാണാൻ പറ്റും. എന്നാൽ ഇവർ നമ്മളെ നാട്ടിലുള്ളതുപോലത്തെ പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ ബഹളമൊന്നും ഉണ്ടാക്കില്ല. ഇവരൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റായിട്ട് നല്ല അനുസരണയോടുകൂടെ ഇവരുടെ ഓണേഴ്സിൻ്റെ കൂടെ നടന്നോളും. ഇവിടെ കുറേ ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ വീക്കിലും ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ അധികം വാങ്ങിക്കാറുള്ളത്. ക്ലോസിങ് ടൈം ആയപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും വില കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ $10 1 കിലോ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ കിരൺ അത് കണ്ടപ്പോഴത്തേക്കും എന്തായാലും വാങ്ങിക്കണം എന്നായി. ഭയങ്കര ഇഷ്ടമാണ് കിരണിന് ബീഫ്. ഞാൻ കല്യാണത്തിന് മുന്നേ ബീഫൊന്നും അധികം കഴിക്കില്ലായിരുന്നു. എനിക്ക് ചിക്കനായിരുന്നു ഇഷ്ടം. എന്നാൽ കിരൺ കുക്ക് ചെയ്ത് തന്നതിന് ശേഷമാണ് ഞാൻ ബീഫ് കഴിക്കാൻ തുടങ്ങിയത്. അടിപൊളിയായിട്ട് കിരൺ ബീഫ് ഫ്രൈ ഉണ്ടാക്കിത്തരും. ഇവിടെ ബീഫും ചിക്കനും മീനും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് ഇവർ തരും കേട്ടോ. അപ്പോൾ കിരൺ അവരോട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് എല്ലായിടത്തും പോയി വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കുറേ ക്ലോ മെഷീൻസ് ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കളിക്കാം. നമ്മൾ കോയിൻസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സാധനം വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കണം. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ അവിടെ കുറേ ഇങ്ങനെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അവിടെ പോയിരുന്ന് വായിക്കുകയാണ്. എനിക്ക് അറിയൊന്നുമില്ല. പിന്നെ ഇതേപോലെ ടോയ്സിൻ്റെ ക്ലോ മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ല കേട്ടോ. എനിക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ നിന്ന് ടോയ്സ് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു ബേക്കറിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ് ബ്രൗണിയും കുറേ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഒന്ന് എല്ലായിടത്തും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. എല്ലാം അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് മാർക്കറ്റ് വേറൊരു രീതിയിലായിരുന്നു. കാരണം കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെയുള്ള മാർക്കറ്റ്സ് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ കൂടുതലും വെജീസും ഫുഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ക്യാൻഡിൽസും അതേപോലത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കൂടുതലും ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. ഞാൻ തിരിച്ചു വന്നപ്പോഴും അവർ ക്യൂവിൽ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണെന്ന് തോന്നുന്നു. ആ സമയം കൊണ്ട് ഞാൻ ആദ്യം കണ്ട ഒരു ബേക്കറിയിലോട്ട് വന്നിട്ട് അവിടെ നിന്നൊരു സാധനം വാങ്ങിച്ചു. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അത് അടിപൊളിയായിരുന്നു. പിസ്താഷ്യോസും പിന്നെ എന്തോ ഒരു ക്രീമാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അത് അടിപൊളി ടേസ്റ്റുള്ള സാധനമായിരുന്നു.
മാർക്കറ്റിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റോറുകളും പിന്നെ കുറച്ച് ട്രക്സിൽ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ മധുരമുള്ള സാധനം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ളായി. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും വേറെ കഴിച്ചൊന്നുമില്ല. ഈ ഒരു കടയിൽ നമ്മുടെ നാട്ടിലെ ചന്ദനത്തിരികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് ഓഫ് ചന്ദനത്തിരികളുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലായിട്ട് വൈകുന്നേരം ബാക്കി വന്ന പച്ചക്കറികളൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സൺഡേ മാർക്കറ്റ്സിൽ നമ്മൾ ഈവനിങ് ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിന് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഈ കടയിൽ ഇങ്ങനെ കുറച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. അതിലേതെടുത്തു കഴിഞ്ഞാലും $1. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 56 രൂപയൊക്കെ വരും അതിന്. പിന്നെ ഞങ്ങൾ ഒരുപാട് വൈകാതെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം മൺഡേ ആയതുകൊണ്ടും ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുക്കിങ്ങും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആക്കാതെ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ അത്യാവശ്യം മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനും ആയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ നല്ലൊരു റെയിൻബോ കണ്ടു. ഇപ്പോൾ ഡള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും നല്ല അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.